ഹായ്, ഇന്ന് നമ്മൾ തിരുവള്ളൂർ തേനീച്ചക്കൂട് എടുക്കാനാണ് വന്നിരിക്കുന്നത്. പെരിങ്ങോട് മധുപ്പുള്ളി ഭാഗത്താണ്. ഇത് ഈ ചേട്ടൻ്റെ വീടാണിത്. എൻ്റെ പേരെന്താ? പ്രദീപ് എന്നാണ് പേര്. ഇത് ചേട്ടൻ്റെ ചേട്ടനാണ് ജയൻ. ഇത് അവരുടെ വീടാണ്. ഇത് തൊട്ടപ്പുറത്ത് വീട്, അതാണ് വീട്. ഇപ്പോൾ നമുക്കത് അവിടെ ഒരു പുളിയുണ്ട്, അതിൻ്റെ മുകളിലാണ്. നമുക്ക് അങ്ങോട്ട് നിന്ന് പോകുന്നില്ല. ചേട്ടന് വർക്ക് എന്താ? കൃഷി. ചേട്ടൻ ഇവിടെ തന്നെ. അതെ, ഇവിടെ കുറേ ചേട്ടന്മാരുടെ മക്കള്, ചേട്ടൻ്റെ വൈഫുണ്ട്, ചേട്ടൻ്റെ അച്ഛനുണ്ട്. അച്ഛനൊന്ന് കാണിക്കൂ. എല്ലാവരും നമുക്ക് നല്ല ഒരു അത്യാവശ്യം വലിയ കൂട് തന്നെയാണ്. റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അടയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, ചെറുതായിട്ട് കാണാനൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനെ പിടിക്കാനുള്ള ഒരു ചെറിയൊരു ശ്രമമൊക്കെ നടത്താം. ഓക്കെ, പടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഈച്ച പോയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെ ഈച്ച. അതുകൊണ്ട് ചെറുതായിട്ട് സ്മോക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അടയുണ്ട്. അടയിലിപ്പോൾ ഒക്കെ വിരിഞ്ഞിറങ്ങിയേക്കണോ? കടയിലൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ചെറിയ കടകളൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട്. വിരിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ! നമ്മളിതിനെ കൊല്ലാറില്ല. ഇതൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അത് മാത്രമല്ല, നമ്മുടെ പരാഗണമൊക്കെ നടത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ജീവി കൂടി ആയതുകൊണ്ട് കൊല്ലാതെ നമ്മൾ നമുക്ക് ശല്യം ആവാനും പാടില്ലല്ലോ. കൊല്ലാതെ നമ്മളിതിനൊക്കെ നീക്കം ചെയ്യുകയാണ് ചെയ്യൽ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതാക്കുമ്പോൾ ഇവർക്കൊരു ഈച്ചകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. തിയേറ്ററിൻ്റെ മുകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കോരി ഇടണം. എല്ലാം ഒഴിവാക്കി ഇവിടേക്ക് ഇതിൻ്റെ മുകളിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു രീതിയിൽ വേണം ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ. കണ്ടോ എത്ര ഈച്ചകളാണ്!
അല്ല തേനുണ്ട്, എൻ്റെ കൈൻ്റെ മുകളിലൊക്കെ കാണുന്ന തേനാണ്. അത് നല്ലൊരു തേനല്ല അത്. അത് ഈ പൂവിൽ നിന്നൊക്കെ ശേഖരിച്ച വഴിക്കുള്ള ഒരു തേനാണ്. അത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നാശമായി പോകും. ഓക്കെ, ഇനി നമുക്ക് അട മുറിക്കണം. അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ കയറി ഒരുമിച്ച് ഉള്ളത്. കാരണം എനിക്ക് ഒരു കൈ കൊണ്ട് ക്യാമറയും ഇപ്പോൾ കൂട്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഞാൻ മേലത്തെ സീൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഏകദേശം അടക്കെടുത്തു, ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ തേനൊന്നുമില്ല, ഇതുകൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഒരു മഴ വന്നു. മഴ വന്ന ആളെ മൊത്തം ഒന്ന് ബാക്കി ഒക്കെ വായിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ കാടെ സെറ്റ് ചെയ്താണ്. കുറച്ചുകൂടി ഉണ്ട് എടുക്കാൻ കേട്ടോ. അവസാനത്തെ കുറച്ച് ഇച്ചും കൂടിയാണ്. കണ്ടിട്ട് ഓക്കെ. അവിടെ നിന്ന് മുതൽ ഇത് വരണ്ടായിരുന്നു അവിടെ കാണാല്ലേ.
നല്ല നമുക്കൊരു ഈ കത്തി തൊട്ട് കിടക്കുന്നു ഇനി കിടക്കുന്നു. പക്ഷേ ഇത് ഏറ്റവും അടിഭാഗമാണിത്. നമുക്ക് വരുന്നില്ല. ഇതിനുള്ള കുട്ടനെ കറക്റ്റായിട്ട് അറിയില്ല. ആയുർവേദം മരുന്നിന് ഇതിൻ്റെ അത് ഇതാണോ തൈലത്തിൽ ഇത് മെഴുകാണ് എനിക്ക് അറിയില്ല. പക്ഷെ ആയുർവേദ തൈലത്തിൽ മെഴുക് ചേർക്കും കിട്ടാനാവും. ആരുണ്ടോ എനിക്കത് വരാറുണ്ടോ? അല്ല റിയാക്ഷൻ എന്തെങ്കിലും വരാറുണ്ടോ? വീർക്കാറുണ്ടല്ലോ. കൂട്ടിയിട്ട് വീർത്ത് വരാം. റിയാക്ഷൻ കുറേ മുന്നേ ഇപ്പം അതും അതിനെ വേദനിപ്പിക്കാതെ എടുക്കുക അല്ലേ? കറക്റ്റ് എങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ. ഇപ്പം നമ്മൾ പോയിട്ട് പെട്ടെന്ന് എടുത്തു. അത് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല. ഇത് നല്ല നേരത്തെ പീസാണ്. ഇതിന് തേങ്ങ ഉണ്ടാവും. എനിക്ക് അതിന് ഭാവുകളോ അങ്ങനെ എന്തോ നോക്കിയിട്ടില്ല. സാധാരണ ഇത് മിക്കതന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ എനിക്ക് പഠിപ്പിച്ചെന്ന മൂക്കോട് വെച്ചപ്പോൾ പറഞ്ഞു ഇതിന് ഇതൊന്നും പറഞ്ഞില്ല. എപ്പോൾ തേണ്ടാവും വെച്ചാൽ മൂക്ക് പറഞ്ഞു മൂക്കൾ നന്നായിട്ടുണ്ടാവുന്ന സമയത്ത് തേണ്ടാവുന്ന പറഞ്ഞു. പിന്നെ മൂന്നൊന്നും ചോദിച്ചില്ല. പണ്ട് ഇവരെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കതിനെ കുറിച്ച് അറിയില്ല. പറഞ്ഞ ആള് മൂക്കുണ്ടാവുന്ന സമയത്ത് തേണ്ടാവുന്ന പറഞ്ഞു. പണ്ട് ഞങ്ങളിതേമാതിരി ഉണ്ടായിരുന്നില്ലേ ഒരാളെടുത്തായിരുന്നു. വാവ് പക്കം നോക്കിയിട്ട് വേണ്ടിട്ടെടുക്കാം. വെളുത്ത വർഷമോ അങ്ങനെ കറുത്ത വർഷം അതിൻ്റെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിക്കറിയാം അച്ഛന്മാർക്കും അച്ഛനും വരുമ്പോൾ ഏത് വാവാണെന്നൊന്നും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്.